കാത്തിരിപ്പിന് ശേഷം മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. KSRTC ഡിപ്പോ നവീകരണത്തിനായി സമർപ്പിച്ച പദ്ധതിക്ക് അനുമതി ലഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ KSRTC നവീകരണത്തിന് സമർപ്പിച്ച 4.25 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭ്യമായതായി മാത്യു കുഴൽനാടൻ MLA. മുൻവർഷങ്ങളിൽ MLAയുടെ ഇടപെടലുകളെ തുടർന്ന് KSRTC MD അടക്കം മൂവാറ്റുപുഴ ബസ് സ്റ്റേഷനിലെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം 2.25 കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി KSRTCയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ KSRTC ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാതെ വരികയും ടെൻഡർ നടപടികളിൽ ആരും തന്നെ പങ്കെടുക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണം യാഥാർത്ഥ്യമാക്കുന്നതിനായി 2023-24 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4.25 കോടി രൂപ അനുവദിച്ചത്. ഈ പദ്ധതിക്കാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും ഫിനാൻഷ്യൽ സാങ്ഷനും അതിനെ തുടർന്നുള്ള ഭരണാനുമതിയും ലഭിച്ചിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. മൂവാറ്റുപുഴയിലെ KSRTC ബസ് ഡിപ്പോ ദീർഘകാലമായി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയാണ്. ഇതിന് മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞ നാളുകളിൽ വലിയ പരിശ്രമം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി KSRTCയിൽ നിന്ന് തന്നെ 2.25 കോടി രൂപ അനുവദിപ്പിച്ച് അതിൻ്റെ പ്രാഥമികമായ സൗകര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഡർ ക്ഷണിക്കുകയും, എന്നാൽ KSRTCയുടെ ഫണ്ട് ആയതുകൊണ്ട് ആരും ടെൻഡർ എടുക്കാൻ മുമ്പോട്ട് വരാതിരിക്കുകയും ആ നിർമ്മാണം നടത്താൻ കഴിയാതെ വരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴയെ സംബന്ധിച്ച് എന്തുകൊണ്ടും അനിവാര്യമായ ഒരു വികസന പദ്ധതിയാണ് KSRTC ബസ് സ്റ്റാൻഡ്. അത് ഒരുപക്ഷെ ഒരു നശിച്ച ഇത് കിടക്കുന്നത് പോലെ കാട് കയറി അല്ലെങ്കിൽ അങ്ങേയറ്റം വൃത്തിഹീനമായി അങ്ങേയറ്റം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കുന്ന ഒരു KSRTC ഡിപ്പോ, അതിനെ നവീകരിച്ച് നമുക്ക് ഒരു നല്ല KSRTC ഡിപ്പോ ആയി ആധുനിക സൗകര്യങ്ങളോടുകൂടി ചെയ്യണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് MLA ഫണ്ടിൽ നിന്നും 4.25 കോടി രൂപ 4.25 കോടി രൂപ അനുവദിച്ച് അതിന് ഒരു നവീകരണ പ്രവർത്തനത്തിന് അനുമതി തേടിയത്. സാധാരണഗതിയിൽ 1 കോടി രൂപ വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതിയും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും മറ്റ് കാര്യങ്ങളുമെല്ലാം ജില്ലാ തലത്തിൽ നിന്ന് ചെയ്യാൻ കഴിയും. പക്ഷെ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രവർത്തികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് എന്നതുകൊണ്ട് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ആ അനുമതി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4.25 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് KSRTC ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. മൂവാറ്റുപുഴയുടെ തന്നെ മുഖം മാറ്റുന്ന രീതിയിൽ ക്ലോക്ക് ടവർ അടക്കം പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളോടും കൂടി അത്യാധുനിക നിലവാരത്തിലാണ് ബസ് സ്റ്റേഷന്റെ നവീകരണത്തിനുള്ള പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ നിർമ്മാണം പൂർത്തീകരിക്കാത്ത കെട്ടിടത്തിന് സമാന്തരമായി 2 നിലകളുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കും. സ്റ്റേഷൻ മാസ്റ്റർ റൂം, ഇൻഫർമേഷൻ ഏരിയ, വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേക വിശ്രമ മുറികൾ എന്നിവ സജ്ജീകരിക്കും. നിലവിൽ നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്ന കെട്ടിടവും ഇതോടൊപ്പം നവീകരിച്ച് ടൈൽ, പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ബാക്കി വർക്കുകൾ പൂർത്തീകരിച്ച് ഉപയോഗപ്രദമാക്കും. യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും ആധുനിക നിലവാരത്തിൽ സജ്ജീകരിക്കും. പുതിയ രീതിയിലുള്ള ഓഫീസ് മുറികൾ, യാത്രക്കാർക്ക് വേണ്ടിയുള്ള ശുചിമുറികൾ, വാഷ് ഏരിയ അടക്കമുള്ള സൌകര്യങ്ങളും ഉണ്ടാകും. യാത്രികർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കോഫി ഷോപ്പും ഭക്ഷണശാലയും അടക്കമുള്ളവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ.